ഹായ്. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. ഞാൻ ഈ ഫേസ് വാഷൊക്കെ ഇടുന്നേക്കാൾ മുന്നേ പല്ലൊക്കെ തേക്കാറുണ്ട്. പക്ഷെ ഞാനത് ഷൂട്ട് ചെയ്യാറില്ല എന്നുള്ളൂ. ഇന്നിപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി ബാറ്ററും ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ ഇഡ്ഡലി പാത്രം കഴുകി അതിനകത്ത് എണ്ണ പുരട്ടി വെച്ചു കേട്ടോ. ഞാൻ ഇഡ്ഡലി പാത്രം കഴുകിയിട്ട് പ്രത്യേകിച്ച് തുടയ്ക്കാനൊന്നും നിൽക്കാറില്ല. ആവിയിലല്ലേ വെക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് എണ്ണ പുരട്ടിയിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ 3 തട്ടിലും മാവ് നിറച്ചിട്ട് ഞാൻ വെച്ചു കേട്ടോ. ആകെ കൂടെ എനിക്ക് 14 ഇഡ്ഡലി കിട്ടും. അതുതന്നെ ധാരാളമാണ്. ഞങ്ങൾ 2 പേരുള്ളൂ, ഞാനും എൻ്റെ ചേട്ടനും, അതായത് ബ്രദറും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പിന്നെ ചമ്മന്തിയിൽ ഞാൻ പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി, ഉപ്പ് ഒക്കെ ഇട്ടു കേട്ടോ. തേങ്ങ ഇട്ട് അവസാനം ഞാൻ കറിവേപ്പില കൂടി ഇട്ടു. എനിക്ക് ഈ വറവിട്ട് ലൂസാക്കി ചട്നിയാക്കി എടുക്കുന്നതിനെക്കാട്ടും ഇങ്ങനെ ക്രീമി ടെക്സ്ചറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഇഡ്ഡലിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ചായ എൻ്റെ ഫേവറേറ്റ് ആണ്. ഏലക്കിട്ട ചായ എനിക്ക് ഒന്നുകൂടി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഉപയോഗിക്കാറുണ്ട് മിക്കതും. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഇഡ്ഡലി തട്ടൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണിയാൻ വേണ്ടിയിട്ട്. ഒട്ടും പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോഫ്റ്റും ആയിരുന്നു. ഞാൻ സ്പൂൺ കൊണ്ട് പതിയെ കേട്ടോ സപ്പോർട്ട് കൊടുക്കുന്നത് അതിൽ ഇട്ട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചുമ്മാ തട്ടിയിട്ടാൽ തന്നെ അതങ്ങ് പോരും. അങ്ങനെ എല്ലാം ചെയ്തിട്ട് ഞങ്ങളത് കഴിച്ചു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.